പ്രിയപ്പെട്ട KSRTCയിലെ ജീവനക്കാർ, വിശിഷ്യ റണ്ണിങ് സ്റ്റാഫുകളായി, അപ്പോൾ അടുത്ത സമയത്ത് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയാണ്, നിങ്ങളോട് അറിയിക്കുകയാണ്, പങ്കിടുകയാണ്. കാര്യം എല്ലാവരും അത് കണ്ടില്ല എന്ന് തോന്നുന്നതുകൊണ്ട് മാത്രം. കാര്യം ആ കുറിപ്പ് വളരെ അർത്ഥവത്തായ ഒരു കാര്യമായിരുന്നു. കാര്യം ഈയിടെയായി പത്രമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും പ്രചരിക്കുന്ന വാർത്തകൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ. KSRTCയുടെ ഓർഡറുകൾ, KSRTCയുടെ ഓപ്പറേഷൻ വിഭാഗം മേധാവിയുടെ ഓർഡർ, KSRTC വാഹനങ്ങൾ കൂടുതൽ അപകടത്തിൽപ്പെടുന്നു, അതുകൊണ്ട് ജീവനക്കാർക്ക് ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ് അതിലൊരു വാർത്ത. അപ്പം ജീവനക്കാർക്ക് ബോധവൽക്കരണം നടത്തിയിട്ട് ഇത് അപകടം ഒഴിവാവില്ല സർ, ഈ വാഹനങ്ങൾ പണിഞ്ഞ് നിരത്തിലിറക്കിയാൽ അപകടം ഒഴിവാക്കാം എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇതിൽ എല്ലാ ആളുകളും 100% ഡ്രൈവിങ് ശരിയാണെന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല, നിങ്ങൾക്കും കാണില്ല. പക്ഷേ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇനി അടുത്ത ആളുടെ ടെക്നിക്കൽ ഓപ്പറേഷൻ്റെ പരിപാടിയാണ് അടുത്ത നോട്ടീസ്. കാര്യം വാട്സപ്പിൽ നിങ്ങൾക്ക് അയക്കാം, പരാതികൾ എങ്ങനെയെല്ലാം അയക്കാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശങ്ങളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. നാട്ടുകാർ, പബ്ലിക്, യാത്രക്കാരെല്ലാം ഈ വാർത്തകൾ, ഈ സാധനങ്ങൾ മാക്സിമം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. നിങ്ങളുടെ ക്രെഡിറ്റിലുള്ള ലീവുകൾ കൃത്യമായും എടുത്തു തീർക്കുക. കുടുംബത്തോടൊപ്പം നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന ജോലികൾ മാത്രം ചെയ്യുക. കാരണം നിങ്ങൾ അസുഖക്കാരനായി മാറിയാൽ നിങ്ങളുടെ കുടുംബത്തിന് മാത്രമേ നഷ്ടപ്പെടൂ, KSRTCക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജോലി സ്നേഹിക്കരുത്, നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക, നിങ്ങളെ സ്നേഹിക്കുക. നിങ്ങളില്ലെങ്കിലും KSRTC ജീവിക്കും എന്നതിന് എത്രയോ ഉദാഹരണങ്ങളാണ് നമ്മൾക്ക് മുമ്പിൽ കടന്നുപോയത്. എത്രയോ ജീവനക്കാർ ആത്മഹത്യ ചെയ്തു, എന്നിട്ടും KSRTC മുന്നോട്ട് പോകുന്നില്ലേ? അതുപോലെയാണ്, നിങ്ങൾ മരണപ്പെട്ടു പോയാലും KSRTCക്ക് ഒന്നും സംഭവിക്കാനില്ല. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. അതിന് പ്രധാനമായും നിങ്ങൾ മദ്യപിച്ച് ഡ്യൂട്ടിക്ക് വരാതിരിക്കുക, അടിപ്പോടെ പരിസരത്ത് പോലും വരാതിരിക്കുക. നിങ്ങൾക്ക് മദ്യപിക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ മദ്യപിക്കുക, ഡ്യൂട്ടിക്ക് വരാതെ ലീവ് വിളിച്ച് പറഞ്ഞാൽ സാറേ ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, എനിക്ക് ഡ്യൂട്ടിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുക. നിങ്ങൾ മറ്റ് എന്തെങ്കിലുമൊക്കെ ജോലികൾ, വേറെ കൊച്ചു കൊച്ചു ജോലികളൊക്കെ നാട്ടിൽ ആവശ്യം പോലെ ഉണ്ട്. മൈക്കാടിന് പോയി കഴിഞ്ഞാൽ 800 രൂപ കിട്ടും. അല്ലെങ്കിൽ ആ സമയത്ത് വേറെ ഏതെങ്കിലും മനുഷ്യൻ്റെ വയലുകളിലോ അവിടെ പോയി കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ജീവിക്കാനുള്ള ഇത് കിട്ടും. നിങ്ങളുടെ ഡ്യൂട്ടി സമയം നിങ്ങൾ ആസ്വദിച്ച് മത്സരം ഒഴിവാക്കി മറ്റുള്ള ആളുകൾ എന്ത് പറയും, എങ്ങനെ പറയും, അതൊന്നും നിങ്ങൾ വിഷയമാക്കേണ്ട കാര്യമേ ഇല്ല. കൃത്യമായി എല്ലാ റൂട്ടുകളിലും എല്ലാ സ്റ്റോപ്പുകളിലും നിർത്തുക, അൺസ്റ്റോപ്പിൽ നിർത്താതിരിക്കുക. നിങ്ങളുടെ ജോലി വളരെ ആസ്വദിച്ച് ഫ്രീ ആയി മത്സരം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളിത് ചെയ്യുക. ഇല്ലെങ്കിൽ ഇവർ നിങ്ങളെ കൊടുക്കാനുള്ള പരിപാടികളെ കെണികളാണ് ഈ ഒരുക്കി വെച്ചേക്കുന്നത്. ഈ കെണികൾ അറിയാതെ നിങ്ങൾ മത്സരിച്ച് വാഹനം ഓടിക്കാതിരിക്കുക. നിങ്ങളുടെ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് വരുന്ന വാഹനമാണെങ്കിൽ മതിയായ വേഗതയിൽ നിങ്ങൾ ഓടിക്കുക. ഡിപ്പോയിലെത്തി വണ്ടി ലേറ്റായാൽ നിങ്ങൾക്ക് അതിനകത്ത് എത്ര സമയം റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടോ അത്രയും സമയം നിങ്ങൾ റെസ്റ്റ് എടുക്കുക. വീണ്ടും നിങ്ങൾ തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടതെങ്കിൽ തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ അവിടെ ട്രിപ്പ് അവസാനിക്കുകയാണെങ്കിൽ ഇവിടെ പറയുക. അല്ലെങ്കിൽ നിങ്ങളുടെ അവസാനിക്കുന്ന സമയം എവിടെയാണോ അവിടെ എത്തുമ്പോൾ ആ ഡിപ്പോയിൽ റിപ്പോർട്ട് ചെയ്യുക, സാർ ഈ സമയത്ത് ഈ വണ്ടി ഇവിടെ വെച്ച് റൂട്ട് അവസാനിപ്പിക്കേണ്ടതാണ്, അപ്പോൾ ഈ ഡ്യൂട്ടി തീരേണ്ടതാണ്, ഇപ്പോൾ നിലവിൽ തീർന്നിട്ടില്ല, എനിക്ക് ശാരീരികമായും മാനസികമായും അസ്വസ്ഥനാണ് ഞാൻ, എനിക്ക് ഈ വണ്ടി മുന്നോട്ട് ഓടിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു പേപ്പറിൽ പരാതി എഴുതി സ്റ്റേഷൻ മാസ്റ്ററെ കൊടുക്കുക. അത് കൈപ്പറ്റ് രസീത് മേടിക്കുക. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ആ വണ്ടി നിങ്ങളവിടെ നിർത്താൻ പറ്റില്ല, അത് ബോർഡ് വെച്ചാൽ പോയെങ്കിലേ പറ്റൂ എന്നവർ പറയും. അതങ്ങനെ നിയമമൊന്നുമില്ല. കാര്യം നിങ്ങളുടെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിർത്താം. നമ്മൾ കണ്ടിട്ടില്ലേ, ലോക്കോ പൈലറ്റ് ട്രെയിനിന് റെയിൽവേ ട്രാക്കിൽ നിർത്തിയിട്ട് പോയ വാർത്ത നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫ്ലൈറ്റിലെ പൈലറ്റ് സമയം കഴിഞ്ഞിട്ട് അയാൾ ഇറങ്ങിപ്പോയ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതൊക്കെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിനകത്തിരിക്കുന്ന യാത്രക്കാരെ അവർ അടുത്ത വണ്ടിയിൽ കയറ്റി വിടുകയോ മറ്റോ ചെയ്യും. അപ്പോൾ നിങ്ങൾ അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററോട് പറയുക, എനിക്ക് ഈ സമയത്ത് എൻ്റെ ഡ്യൂട്ടി അവസാനിക്കേണ്ടതാണ്, അതിനുശേഷം എനിക്ക് മുന്നോട്ട് ഓടിച്ച് ഈ വണ്ടിക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി താങ്കളായിരിക്കും എന്ന്, താങ്കളുടെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് ഓടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂണിറ്റ് ഓഫീസർ ആണെങ്കിലും ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിലും അതിന് തയ്യാറാവില്ല. കാരണം താങ്കൾ മാനസികമായും ശാരീരികമായും ആൾറെഡി തളർന്നു കഴിഞ്ഞു. താങ്കളുടെ അന്നത്തെ രക്തം മുഴുവനും അവർ ഊറ്റി കുടിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിലും പലതും ചെയ്യാനകത്തുണ്ട്. ന്യായമായ രീതിയിൽ വാഹനം ഓടിക്കുക. നാട്ടുകാർക്ക് പരാതി, അതായത് ചില്ലറ കൊടുക്കുക. കണ്ടക്ടർ സുഹൃത്തുക്കൾ ചില്ലറയില്ല, നിങ്ങൾ ചില്ലറ മാറി വെക്കുക. മാക്സിമം യാത്രക്കാരുമായി
സഹകരിച്ച് മുന്നോട്ട് പോവുക. അവരോട് ഒരു ഫ്രണ്ട്ലി കാര്യം, അവരാണ് നമ്മൾക്ക് ഉള്ളത്. അവർ നമ്മളെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അവർ ചോദിക്കാറില്ലേ, സാർ ഇന്നലെ എവിടെ പോയിരുന്നു, ലീവായിരുന്നോ, എന്ത് പറ്റി, ഞങ്ങളോടൊന്നും പറയാതെ പോയല്ലോ എന്ന് പറയുന്ന അതേ രീതിയിൽ ആ യാത്രക്കാരുമായി എപ്പോഴും നമ്മളൊരു സൗഹൃദം സൂക്ഷിക്കുക. കാരണം ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങൾക്ക് ഉപകാരിയായി മാറും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. അതിൽ നമ്മുടെ യാത്രക്കാരിൽ ഒരു നല്ല ശതമാനം ആളുകളും സ്റ്റാൻഡേർഡ് യാത്രക്കാരാണ്. അവർ ഒന്നുകിൽ സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ജീവനക്കാരും കൂലിത്തൊഴിലാളികളുണ്ട്. പക്ഷെ അവർക്കെല്ലാം നമ്മളോട് വലിയ സ്നേഹമാണ്. അവർ വാങ്ങിത്തരുന്ന ചായ നമ്മൾ കുടിച്ചിട്ടില്ലേ, എന്തൊരു മധുരമാണ്, എന്ത് രുചിയാണ്. കാര്യം അവർ ആ സ്നേഹമാണ് നമുക്ക് തരുന്നത്. നമ്മളെവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് സൗഹൃദത്തോടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളൊരു ഓഫീസിൽ ചെന്നാൽ നമ്മളവിടെ ക്യൂ നിൽക്കാൻ അവർ അനുവദിക്കുമോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് യാത്രക്കാരുമായി നിങ്ങളൊരു തർക്കത്തിനോ ഒരു വഴക്കിനോ പോകാതിരിക്കുക. മദ്യപിച്ച് വരുന്ന യാത്രക്കാരനുമായിട്ട് വാഹനത്തിൽ കയറ്റരുത്. അതായത് നിയമം അനുശാസിക്കുന്ന ഡ്യൂട്ടികൾ നിയമം അനുസരിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു ദിവസത്തെ ഡ്യൂട്ടി നിങ്ങൾ തികച്ച് വീട്ടിൽ പോയാൽ നിങ്ങളുടെ ഡ്യൂട്ടി ഓക്കെയാണ്. അല്ലാതെ നിങ്ങളൊന്നും ചെയ്യരുത്. ഈ സ്ഥാപനം ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കില്ല. നിങ്ങൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കരുത്. നിങ്ങളുടെ ജോലി മാത്രം നിങ്ങൾ ചെയ്യുക, നിങ്ങൾ തിരിച്ചു പോവുക. കളക്ഷൻ കൊണ്ടുവരാം എന്നുള്ള ഉറപ്പിന്മേൽ നിങ്ങളെ KSRTC PSC വിളിച്ചിട്ടില്ല, KSRTCയും ആവശ്യപ്പെട്ടിട്ടില്ല കളക്ഷൻ കൊണ്ടുവരാം എന്നുള്ള ഉത്തരവാദിത്തത്തിൽ. നിങ്ങൾക്ക് തരുന്ന വണ്ടിയിൽ കൃത്യമായി യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സർവീസ് നടത്തി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉത്തരവാദിത്തമാണ് നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ സാധനം കൃത്യമായി നിങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളത് അവരുടെ ജോലിയാണ്. പിന്നെ ഈ മാനേജ്മെൻറ്റ് നമ്മളോടൊപ്പം നിൽക്കാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മുടെ മേലോഫീസർമാർ നമ്മളോടൊപ്പം നിൽക്കാത്തിടത്തോളം കാലം ഇതിനകത്ത് ആത്മാർത്ഥത കാണിച്ചിട്ട് യാതൊരു കഥയുമില്ല. 100-120 യാത്രക്കാർ കയറുന്ന ഒരു വാഹനത്തിൽ ഒരു ഹാഫ് ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ, ഒരു യാത്രക്കാരൻ ഹാഫ് ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? ആ യാത്രക്കാരൻ ടിക്കറ്റ് എടുക്കാത്തതാണ്, അയാളാണ് കുറ്റക്കാരൻ. അയാൾക്കെതിരെ നടപടി സ്വീകരിക്കില്ല. നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഇന്ന് കുറേ ടിക്കറ്റും വലിച്ചു കീറിയിട്ട് അവർ പോവും, നിങ്ങളെ ഉപദ്രവിക്കും. അപ്പോൾ എന്തിനാണ് ഇതിനൊക്കെ നിൽക്കുന്നത്? നിങ്ങൾ മാന്യമായി ഒരു ജീവനക്കാരനാണ് നിങ്ങൾ. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ജോലി ചെയ്യുക, അന്തസ്സായി ജോലി ചെയ്യുക. നിങ്ങൾ പൊതുജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ അവരുമായി നല്ല സൗഹൃദം വയ്ക്കുക, മാന്യമായ രീതിയിൽ സർവീസ് നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഇത്തരം സന്ദേശങ്ങളെ മാറ്റിമറിക്കാൻ നമ്മൾക്ക് കഴിയും. നേരെ മറിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു മാനേജ്മെൻറ്റും നമ്മൾക്ക് പുതിയ വാഹനങ്ങൾ തന്നാൽ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യാനും നമ്മൾ കടപ്പെട്ടവരും ബാധ്യസ്ഥരുമാണ്. നമ്മളെല്ലാം ഒരു കാലത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നവരാണ്. നിലവിൽ ചെയ്യാൻ ഈ വ്യവസ്ഥിതി അനുവദിക്കുന്നില്ല. Thank you.